ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനിൽ സമാനതകളില്ലാത്ത ആക്രമണം കടുപ്പിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ മുന്നറിയിപ്പ് നൽകിയത്. 8 മാസത്തോളം അഥവാ 2 മാസത്തിലധികം നീളുന്ന യുദ്ധം ഇറാനെ പരിപൂർണമായി പിടിച്ചുകെട്ടാൻ ആവശ്യമായി വരുമെന്നും ഇനിയും ഇറാനിലേക്ക് കനത്ത ആക്രമണങ്ങൾ, പുതിയ സേനാവിന്യാസങ്ങളൊക്കെ ഉണ്ടാകുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാദം. ഇറാനിൽ വിമതരായുള്ള കുർദിഷ് സേനയെ തങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ട് ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്ന വിധത്തിൽ ഇറാൻ ഉള്ളിലുള്ള ശക്തികളെ കൊണ്ട് തന്നെ ഇറാനിലെ ഭരണം പിടിച്ചെടുപ്പിച്ച് അതിൻ്റെ തലപ്പത്തേക്ക് വരാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നാണ് ഉയരുന്ന വിലയിരുത്തലുകൾ. അതേസമയം പുതിയ സർപ്രൈസുകൾ ഇനിയും ഇറാന് നേരെ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസ്താവന മുഴക്കി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഇറാനിലേക്ക് നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെയും നെതന്യാഹുവിൻ്റെയും തന്ത്രം എന്നു തന്നെയാണ്. പക്ഷേ അങ്ങനെ യുദ്ധം അനന്തമായി നീളുമ്പോൾ അതിൻ്റെ തിരിച്ചടികൾ ലോകത്തെ മുഴുവൻ ബാധിക്കുമെന്നും അതിനാരുത്തരം പറയുമെന്നുമുള്ള ചോദ്യം ശക്തമായി ഉയർന്നു വരികയാണ്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമെന്നും അമേരിക്കയുടെ ആയുധപ്പുരകൾ കാലിയാകുമെന്നും ഒക്കെയുള്ള വിലയിരുത്തലുകൾ ഇതോടൊപ്പം ഉയർന്നു വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അനന്തമായി അടഞ്ഞു കിടന്നാൽ അമേരിക്കയുടെ ഡോളറിൻ്റെ മൂല്യം കൂപ്പുകുത്തുകയും ഓഹരി വിപണികൾ തകർന്നടിയുകയും ബാങ്കിംഗ് മേഖല ഉൾപ്പെടെ സാമ്പത്തിക രംഗം ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് പോകുമെന്ന ഭീഷണിയും അമേരിക്കയ്ക്ക് മുന്നിലുണ്ട്. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ ഇറാനെ ആക്രമിക്കും തീർത്തിരിക്കുമെന്ന് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ഇനിയും ആക്രമണമുണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് ഇറാന്റെ കപ്പലുകൾ വ്യാപകമായി തകർക്കുന്നുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു. ഇറാന്റെ വ്യോമസേനയെയും നാവികസേനയെയും ഇല്ലാതാക്കുമെന്നും ഇറാന്റെ ആയുധശേഷി പരിപൂർണമായി ഇല്ലാതാക്കുമെന്നും ഒക്കെ ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ഇറാന്റെ വ്യോമശക്തിയും നാവികശക്തിയും ഒക്കെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്നും ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളെല്ലാം ഇല്ലാതാക്കുമെന്നും ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ വരുമ്പോഴും ഇറാൻ നൽകുന്ന തിരിച്ചടിക്ക് യാതൊരു കുറവുമില്ല എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ട്രംപ് ഈ രീതിയിൽ വെല്ലുവിളിക്കുമ്പോൾ തന്നെ നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്നും മാരകായുധങ്ങൾ സജ്ജമാണെന്നും ഇറാൻ പറഞ്ഞു. അതായത് ഇറാന്റെ പക്കൽ മിസൈൽ നഗരങ്ങളുണ്ട് അണ്ടർഗ്രൗണ്ടിൽ. പതിനായിരക്കണക്കിന് മിസൈലുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന, എവിടെയാണെന്ന് ആർക്കും അറിയാത്ത ഒരുപാട് ആയുധപ്പുരകൾ ഇറാനുണ്ട്. ഭൂമിശാസ്ത്രപരമായി നിരവധി പ്രത്യേകതകളുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന്റെ കുന്നുകളും മലകളും ഒക്കെ അതുപോലെയുള്ളതാണ്. പ്രകൃതിദത്തമായ ഒരു പ്രതിരോധ ശേഷി ഇറാനുണ്ട്. അതിനിടയിലൊക്കെ ഭൂഗർഭ അറകൾ ഉണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. പുതിയ ആയുധങ്ങൾ വരുന്നുവെന്നും മാരകായുധങ്ങൾ സജ്ജമാണ് എന്നും കരയുദ്ധത്തിന് കാത്തിരിക്കുകയാണ് എന്നുമൊക്കെ ഇറാൻ പറയുമ്പോൾ കൂടുതൽ ആക്രമണങ്ങൾക്ക് വേണ്ട എന്തൊക്കെയോ ഇറാന്റെ പക്കലുണ്ട് എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത് എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് യുദ്ധ സമയത്ത് മാത്രമേ, അല്ലെങ്കിൽ ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ എന്നും വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഇറാൻ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിർണായകമായ വിവരം പുറത്തു വന്നിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് രാവിലെ പുറത്തുവിട്ട വാർത്ത നോക്കുക. ഓൺ ക്യാം, ഇറാൻ ഡിമോൾഷസ് ടെലവീവ് വിത്ത് ഹ്യൂജ് ക്ലസ്റ്റർ ബോംബ് അറ്റാക്ക്, മിസൈൽസ് സ്മാഷ് ഇസ്രായേൽ ഡിഫൻസ് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് വീഡിയോയിൽ കിട്ടിയ ചില ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുന്ന ആ ദൃശ്യങ്ങളിൽ ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് വ്യാപകമായ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും വലിയ തോതിൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിട്ടുണ്ടെന്നും അതുപോലെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ പ്രതിരോധത്തെ തകർത്തുവെന്നും വ്യക്തമായി പറയുന്നു. അതായത് ഇറാനെ അമേരിക്കയ്ക്ക് ഇപ്പോഴും തൊടാൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായി അമേരിക്ക പോലും സമ്മതിച്ച് നിൽക്കുന്ന അതേ സമയത്ത് ഇസ്രായേലിനുള്ളിലേക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ, തീ നരകം തീർക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഈ റിപ്പോർട്ട് അടക്കം സൂചിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് നോക്കുക. ടെലവീവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നു. ആ വീഡിയോയിൽ നോക്കുക, നിരവധി ഇടങ്ങളിൽ, ഏതാണ്ട് 100ഓളം ഇടങ്ങളിൽ ഓരോരോ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള സ്പോട്ടുകൾ കാണാം, വെളുത്ത നിറം കാണാം. അത് ക്ലസ്റ്റർ ബോംബുകൾ വിന്യസിച്ച് തുടർച്ചയായി നടക്കുന്ന സ്ഫോടനമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു മിസൈലിൽ ക്ലസ്റ്റർ ബോംബ് ഘടിപ്പിച്ച് ഇസ്രായേലിലേക്ക് അയക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റം, അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകൾ തകർത്താലും ഈ ക്ലസ്റ്റർ ബോംബ് ഭൂമിയിലേക്ക് വീഴും. ആ ബോംബ് ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് ഒരിടത്ത് വീഴാതെ ചിതറി പലയിടങ്ങളിലേക്ക്, ഒരിടത്ത് നിന്ന് ചിതറുന്നു, അത് വീണ്ടും ചിതറുന്നു, അങ്ങനെ പലയിടങ്ങളിലേക്ക് ഒരേ സമയം മാരകമായ സ്ഫോടനങ്ങൾ നടത്താൻ ശേഷിയുള്ള ബോംബുകളാണ് ഈ ക്ലസ്റ്റർ ബോംബ്. ഇത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനോ ഉള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ പക്കൽ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു
പുറത്തു വരുന്നത്. നോക്കുക ആ വാർത്തയുടെ വിശദാംശങ്ങൾ. ഇറാൻ ഹാസ് ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് ക്യാരിയിങ് ക്ലസ്റ്റർ ബോംബ് വാർഹെഡ്സ് ടുവേർഡ്സ് ഇസ്രായേൽ, സ്കാറ്ററിംഗ് എക്സ്പ്ലോസീവ് സബ്മ്യൂഷൻസ് അക്രോസ് എ വൈഡ് ഏരിയ ഓഫ് സെൻട്രൽ ഇസ്രായേൽ സിറ്റീസ്. അതായത് സെൻട്രൽ ഇസ്രായേലിൻ്റെ നിരവധി സിറ്റികളിൽ, നിരവധി നഗരങ്ങളിൽ ഈ ക്ലസ്റ്റർ ബോംബുകൾ തുടർച്ചയായി സ്ഫോടനങ്ങൾ നടത്തുകയാണ്, ചിതറിത്തെറിച്ച് സ്ഫോടനങ്ങൾ നടത്തുകയാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. ഫുട്ടേജ് ഫ്രം ദ ഗ്രൗണ്ട് ഷോൺ മൾട്ടിപ്പിൾ സ്മോൾ എക്സ്പ്ലോസീവ് ഇമ്പാക്ട്സ് ആഫ്റ്റർ ദ മിസൈൽ വാർഹെഡ് റിപ്പോർട്ടഡ്ലി ഓപ്പൺഡ് മിഡ് എയർ. According to the Israeli Defense Force, each cluster missile can release ground 20 submunitions across an 8-kilometer radius. അതായത് ഇസ്രായേലിൻ്റെ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത്. IDF പറയുന്നത് ഈ ഒരു ബോംബ് വീണ് കഴിഞ്ഞാൽ 8 കിലോമീറ്റർ ചുറ്റളവിൽ പലയിടങ്ങളിലായി 20-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഒരൊറ്റ ക്ലസ്റ്റർ ബോംബല്ല, നിരവധി ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുമ്പോൾ എത്രത്തോളം കിലോമീറ്ററുകളിൽ, എത്രത്തോളം പ്രദേശങ്ങളിൽ ഇത് ആഘാതം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് പോലും ഇറാൻ കടന്നിരിക്കുന്നു. എയർ റൈഡ് സൈറൻസ് സൗണ്ടഡ് അക്രോസ് ടെൽ-അവീവ് ആസ് റെസിഡൻസ് റഷസ് ടു ബോംബ് ഷെൽട്ടേഴ്സ്. Israeli authorities say several impact sites were recorded, though no immediate injuries have been reported as emergency team continue assessing damage എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു അത്രേ. അതായത് നിരവധി ഇടങ്ങളിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനെപ്പറ്റി പൂർണ്ണമായി അസസ് ചെയ്തിട്ടില്ല. എത്രത്തോളം ഇടങ്ങളിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്ന് അന്തിമ റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ ഒരുപാടിടങ്ങളിൽ ആഘാതം ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ പരിശോധനകൾ നടക്കുകയാണ്. വലിയ തോതിലുള്ള ഇഞ്ചുറികളൊന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും, അതായത് വലിയ പരിക്കുകളൊന്നും ആർക്കും ഉള്ളതായി വിവരങ്ങളില്ല എങ്കിലും ആളുകൾ കൂട്ടത്തോടെ ബങ്കറുകളിൽ അഭയം പ്രാപിക്കുന്ന പ്രവണത തുടരുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ സാരാംശം. അപ്പോൾ നമ്മൾ നോക്കുക, വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇറാൻ ഇസ്രായേലിന് നേരെയും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ മിസൈൽ ലോഞ്ച് പാഡുകൾ പൂർണ്ണമായി തകർത്തു എന്ന് ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുമ്പോഴാണ് ഇറാൻ ഈ ആക്രമണങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ച് തന്നെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് കളവാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഇനിയും കാണാത്ത രൂക്ഷമായ മാരകായുധങ്ങളും അത് വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോഞ്ച് പാഡുകളുമൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണിൽപ്പെടാതെ ഇറാൻ രഹസ്യമായി പലയിടത്തും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഈ യുദ്ധം നീളുന്ന മുറയ്ക്ക്, ഒരു കരയുദ്ധത്തിലേക്കോ കൂടുതൽ ആക്രമണങ്ങളോ വരുന്ന മുറയ്ക്ക് ഘട്ടം ഘട്ടമായി ഇതെല്ലാം എടുത്ത് പ്രയോഗിക്കാനായിരിക്കാം ഇറാൻ ലക്ഷ്യമിടുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി കൊല്ലപ്പെടുന്നു, 40ഓളം ഉന്നതർ കൊല്ലപ്പെടുന്നു, അതിൽ പ്രതിരോധ മന്ത്രി, ഉപദേഷ്ടാവ് തുടങ്ങി തന്ത്രപ്രധാനമായ തസ്തികകളിലുള്ളവരുണ്ട്. പ്രതിരോധ മേഖലയിലെ IRGCയുടെ തലപ്പത്തുണ്ടായിരുന്ന പലരുമുണ്ട്. അത്രയും ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായ ഒരു രാജ്യമാണെങ്കിൽ പിന്നെ അവർക്ക് സൈനികമായി ഒരു അടി മുന്നോട്ട് പോകാൻ കഴിയില്ല, സ്തബ്ധമായി പോകും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ ഇറാൻ പ്രത്യാക്രമണം തുടങ്ങുകയാണ്. ഇതുവരെ അത് അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇറാന് എന്തൊക്കെയോ പ്ലാനുകൾ ഇറാൻ്റെ പക്കലുണ്ട്. അത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആ പദ്ധതികൾക്കനുസരിച്ചാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇറാൻ 2ഓ 3ഓ ഘട്ടമായി യുദ്ധത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. കൂടുതൽ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ട സമയം, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യണം എന്നതൊക്കെ സംബന്ധിച്ച് ഇറാന് വ്യക്തമായ ധാരണകളുണ്ടാകും. അത് എവിടങ്ങളിലൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചൊക്കെ ഇറാൻ അത് വ്യക്തമായി കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. അത് ഓരോ ഘട്ടം കഴിയുമ്പോൾ ഇറാൻ അത് വിപുലമായി പ്രയോഗിക്കുന്നതായിരിക്കാം. എന്തായാലും പരിപൂർണമായി ഇറാൻ തകരുന്നു അല്ലെങ്കിൽ തീരുന്നു എന്ന രീതിയിലേക്കൊക്കെയുള്ള കണക്ക് കൂട്ടലുകൾ വേണ്ട. ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ നൽകപ്പെടുന്നു. അത് വലിയ തോതിലുള്ള ആഘാതങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മറിയുകയാണ്. അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ സുരക്ഷിതമാണ്, ഇസ്രായേലിൽ ഒരു കാരണവശാലും ആക്രമിക്കപ്പെടില്ല എന്ന ധാരണകൾക്കൊക്കെ വിരുദ്ധമായി ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുകയാണ്. ഒപ്പം ഹോർമുസ് കടലിടുക്കിൽ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന ട്രംപിൻ്റെ വാക്കും പാഴായിരിക്കുകയാണ്. അവിടുത്തെ കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ കപ്പലുകളെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് താൽക്കാലികമായി എണ്ണ വാങ്ങാൻ അമേരിക്ക പറയുന്നത്. അതതിൻ്റെ അത്തരത്തിലുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പടക്കപ്പൽ USS എബ്രഹാം ലിങ്കൺ ഇപ്പോൾ ഇറാനെ തീർക്കാൻ വരുന്നു എന്ന് പറഞ്ഞ കപ്പൽ എവിടെയാണെന്നതിനെക്കുറിച്ച് പോലും വലിയ ധാരണയൊന്നും ആർക്കുമില്ല. തിരിച്ചു പോയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തായാലും ഇറാനെ തീർക്കുന്നു, ഇറാൻ പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നൊക്കെ പറയുന്ന അതേ സമയത്ത് തന്നെ വലിയ തോതിൽ ഇസ്രായേലിന് നേരെയും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണങ്ങൾ തുടരുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ്റെ ഭരണം പിടിക്കുക എന്നത് നീണ്ട ഒരു സ്വപ്നമാണ് എന്ന് ട്രംപ് തിരിച്ചറിയുകയും ഇനി 2 മാസമെങ്കിലും വേണ്ടിവരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്.